Good morning. Okay, welcome to social science class. Today we're going to discuss the Russian Revolution. We already discussed the American War of Independence, French Revolution, and a little bit of Latin American Revolution. We already discussed it. Today here is the Russian Revolution. റഷ്യൻ വിപ്ലവം, അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയത്, അതായത് ഈ ഫ്രഞ്ച് റവല്യൂഷൻ, അതുപോലെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഒക്കെ. അപ്പോൾ അതിലേക്ക് അവിടെ ഉള്ള പ്രത്യേകതകളും എന്താണ് റവല്യൂഷൻ എന്നൊക്കെ നിങ്ങൾക്കറിയാം. ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യുന്ന ഒരു സംഗതിയാണ് റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. പല പല റീസൺസ് ഓരോ റവല്യൂഷൻ ഉണ്ടാവും. ഹിയർ in the very first of this portion, here is a description, or is a part of some words. There are some words of one of the characteristics of the Mother novel written by the world famous writer Maxim Gorky. We are workers, people by whose labor all things are made, from children's toys to massive machines. Yet we are people deprived of the right to defend our human dignity. Part of a novel is named The Mother, written by Maxim Gorky. Anyone can exploit us for their interest. At present, we want to achieve a degree of freedom which will eventually enable us to take all power into our own hands. Our slogans are simple: down with private property, all means of production in the hands of people, all power in the hands of the people, no one exempt from work. Now you can understand that we are not just writers, we are revolutionaries, and will go on being revolutionaries as long as some people do nothing but give orders and the orders do nothing but work. It's a portion taken from the novel Mother, written by Maxim Gorky. മാക്സിം ഗോർക്കിയുടെ മദർ എന്ന് പറയുന്ന നോവലിലെ ഒരു പോർഷൻ അവിടെ കൊടുത്തിട്ടുള്ളത്, അല്ലേ? സോ വെരി ഫാസ്റ്റ് ഓഫ് ദിസ് പോർഷൻ, വി ആർ വർക്കേഴ്സ്. ഹിയർ ഇൻ ദിസ് റവല്യൂഷൻ, in this Russian revolution, workers were in one side and the czarist rulers were in the other side. അതാണ് ഈ റഷ്യൻ റവല്യൂഷൻ്റെ പ്രത്യേകത. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത റവല്യൂഷനിലൊക്കെ ഒന്നുകിൽ വിദേശ ശക്തികൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇതുപോലെയുള്ള റൂളേഴ്സിനെതിരായിട്ടുള്ള ഈ പറയുന്ന ഫ്രഞ്ച് റവല്യൂഷനൊക്കെ ആണെങ്കിൽ ഫ്രഞ്ച് ജനതയുടെ പ്രതിഷേധം. ഇവിടെ റഷ്യയിലെ തൊഴിലാളികളുടെ സമരം, ആദ്യത്തെ തൊഴിലാളി റവല്യൂഷനാണ് ഈ റഷ്യൻ റവല്യൂഷൻ. അല്ലെങ്കിൽ റഷ്യൻ റവല്യൂഷനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തൊഴിലാളി സംഘടനകളും അല്ലെങ്കിൽ തൊഴിലാളികളുടെ സമരങ്ങളും സോഷ്യലിസവും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത്, വി ആർ വർക്കേഴ്സ്, പീപ്പിൾ ബൈ ഹോസ് ലാബർ ഓൾ തിങ്സ് ആർ മെയ്ഡ് ഫ്രം ചിൽഡ്രൻസ് ടോയ്സ് ടു മാസീവ് മെഷീൻസ്. അല്ലേ? വി ആർ വർക്കേഴ്സ്. ഞങ്ങൾ ആരാണ്? ഞങ്ങൾ വർക്കേഴ്സ്. വി ആർ വർക്കേഴ്സ്. എന്താ ഞങ്ങൾ ചെയ്യുന്നത്? മെയ്ഡ് ചിൽഡ്രൻസ് ടോയ്സ് ടു മാസീവ് മെഷീൻസ്. അല്ലേ? വളരെ വലിയ മെഷീൻസുകൾ വരെ, ഏതു മുതൽ? കുട്ടികളുടെ കളിപ്പാട്ടം മുതൽ വലിയ മെഷീൻസ് വരെ ഉണ്ടാക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഞങ്ങൾ. ഞങ്ങളെ അവഗണിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് അധികാരം ആർക്ക് വേണം? തൊഴിലാളികൾക്ക് അധികാരമാണ്. തൊഴിലാളികൾക്ക് അധികാരം വേണം. അതായിരുന്നു ഈ പറയുന്ന ഈ നോവലിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്, അല്ലേ? അതിൽ പറയുന്നത് എന്താ? ഡൗൺ വിത്ത് പ്രൈവറ്റ് പ്രോപ്പർട്ടി. പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്തായിരിക്കണം? അത് ഇല്ലാതെയാക്കണം. പിന്നെ എന്താ? പ്രോപ്പർട്ടി പബ്ലിക് ആവണം.
എന്നിട്ടോ all means of production in the hands of people. Means of production, we know that the means of production, land, labor, capital and organization, these are the means of production. ഇതെന്തായിരിക്കണം? ഇത് കൈകാര്യം ചെയ്യുന്നത് ആരായിരിക്കണം? ജനങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണം ദിസ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അല്ലേ? എല്ലാവരും എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. കുറച്ച് ആൾക്കാർ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, കുറച്ച് ആൾക്കാർ വർക്ക് ചെയ്യാത്ത ആൾക്കാർ, ഇതൊന്നും പാടില്ല. നോ വൺ എക്സെപ്റ്റ് ഫ്രം വർക്ക്. അല്ലേ? ഫ്രം ദീസ് വാട്ട് എൽസ് ക്യാൻ യു മേക്ക് ഔട്ട് ഫ്രം ദീസ് വേർഡ്സ് അബൌട്ട് ദി റഷ്യൻ റവല്യൂഷൻ? അല്ലേ? അവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അബോളിഷ് ദി പ്രൈവറ്റ് പ്രോപ്പർട്ടി സിസ്റ്റം. ആദ്യം അവർ മുന്നോട്ട് വെച്ച ഒരു ആശയം, അല്ലെങ്കിൽ റഷ്യൻ ജനത മുന്നോട്ട് വെച്ചത് അബോളിഷ് ദി പ്രൈവറ്റ് പ്രോപ്പർട്ടി. അബോളിഷ് ദി പ്രൈവറ്റ് പ്രോപ്പർട്ടി. പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു സംഗതിയെ എന്ത് ചെയ്യണം? ഇല്ലാതെയാക്കണം. എവറി വൺ ഹാസ് ടു വർക്ക്. എല്ലാവരും ജോലി ചെയ്യണം. അല്ലേ? നോ വൺ എക്സെപ്റ്റ് ഫ്രം വർക്ക്. അല്ലേ? ഓൾ മീൻസ് പ്രൊഡക്ഷൻ ഇൻ ദി ഹാൻഡ്സ് ഓഫ് പീപ്പിൾ. അല്ലേ? അതൊക്കെയായിരുന്നു അവർ മുന്നോട്ട് വെച്ച ആശയം. ലെറ്റ്സ് ഫൈൻഡ് ദി സർക്കംസ്റ്റാൻസസ് ലെറ്റ് ദം ടു ഡിമാൻഡ് സോ. അല്ലേ? അങ്ങനെ എങ്കിലുള്ള ഈ ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കാൻ അവരെ പ്രേരിപ്പിച്ച റഷ്യയിലെ സാഹചര്യം എന്താണ്? സാഹചര്യം ഇങ്ങനെ കുറേ ഡിമാൻഡുകൾ റഷ്യൻ ജനത മുന്നോട്ട് വെക്കുമ്പോൾ അവിടെ നിലവിലുള്ള സാഹചര്യം എന്തായിരിക്കണം? അല്ലേ? ഹിയർ ദീസ് ആർ ദി സർക്കംസ്റ്റാൻസസ് ലെഡ് ദ റഷ്യൻ പീപ്പിൾ ടു ഡിമാൻഡ് സോ. അല്ലേ? അങ്ങനെയുള്ള ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കാൻ റഷ്യൻ ജനതയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. ഫാർമേഴ്സ് ആൻഡ് ഫാക്ടറി വർക്കേഴ്സ് ഇൻ റഷ്യ ലെഡ് എ ട്രാജിക് ലൈഫ് അണ്ടർ ദി ഓട്ടോക്രസി ഓഫ് ദി സാറിസ്റ്റ് റൂളേഴ്സ്. അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രഞ്ച് റവല്യൂഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു ഫ്രഞ്ചിലെ ചക്രവർത്തിമാർ, ഫ്രഞ്ചിലെ റൂളേഴ്സ്. അല്ലേ? അതേപോലെ ഈ റഷ്യയിലെ റൂളേഴ്സ് വേർ ദിസ് സാറിസ്റ്റ്, സാർ ചക്രവർത്തിമാർ എന്ന് കേട്ടിട്ടുണ്ടാവും. അല്ലേ? ഈ സാറിസ്റ്റ് റൂളേഴ്സിൻ്റെ ഓട്ടോക്രസിയിലെ അവരുടെ സ്വച്ഛാധിപത്യ ഭരണത്തിൻ്റെ കീഴിൽ ഫാർമേഴ്സ് ആൻഡ് ഫാക്ടറി വർക്കേഴ്സ് ലെഡ് എ ട്രാജിക് ലൈഫ്. വളരെ പരിതാപകരമായ ഒരു ജീവിതമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആൻഡ് അണ്ടർ ദി സാറിസ്റ്റ് എംപറേഴ്സ് വേർ ദി റൂളേഴ്സ് ഓഫ് Russia. And the next one, the low agriculture production affected the farmers' income. Moreover, the landless farmers had to pay huge taxes. The low agriculture production affected the farmers' income. Agriculture is quite natural. എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായി അവർക്ക് ഫാർമേഴ്സിന് കിട്ടുന്ന ഇൻകം. പക്ഷേ എന്തില്ല? The landless farmers had to pay huge taxes. അതിൻ്റെയൊക്കെ പുറമെ എന്തായിരിക്കണം? ഈ ലാൻഡ്ലെസ് ആയിട്ടുള്ള ഫാർമേഴ്സ് ഹ്യൂജ് ടാക്സ് ഗവൺമെൻറ്റിന് കൊടുക്കണമായിരുന്നു. So one of the another plight of the Russian workers, Russian agriculturists. Though Russia was rich in natural resources, their industrial production was meager. It was the foreigners who controlled majority of the industries that existed in Russia. That was one of the another important circumstances which led the Russian people to demand like the above. This one is, though Russia was rich in natural resources, അല്ലേ? പ്രകൃതി വിഭവങ്ങളാൽ സമ്പുഷ്ടമായിരുന്നു റഷ്യ. പക്ഷേ their industrial production was meager. നാമമാത്രമായ വളരെ ചെറിയ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മാത്രമേ റഷ്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിന് കാരണം it was the foreigners who controlled majority of the industries that existed in Russia on that time. അതാണ് എൻ്റെ പ്രത്യേകത. എന്താ? foreigners ആണ് controlled by the foreigners this most of the industries. ഇനി ഈ റഷ്യൻ റവല്യൂഷൻ്റെ കാതലായ വശം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് റഷ്യയിലെ അവസ്ഥ. എന്ന് വെച്ചാൽ റഷ്യയിലെ ജനങ്ങൾ വളരെ ഒരു മിസറബിൾ ലൈഫാണ് അവർ നയിച്ചിരുന്നത്. അതിന് പല റീസൺസ് ഉണ്ട്. അതോടൊപ്പം തന്നെ റഷ്യയിലെ ഓട്ടോക്രാറ്റിക് റൂളേഴ്സിൻ്റെ ചില ചെയ്തികൾ, അതോടൊപ്പം കൃഷിനാശം ഉണ്ടാകുമ്പോൾ വരുമാനം കുറയുമ്പോഴും വലിയ നികുതി കൊടുക്കേണ്ട ഒരു അവസ്ഥ. റഷ്യയിൽ ധാരാളം നാച്ചുറൽ റിസോഴ്സസ് ഉണ്ടെങ്കിലും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വളരെ നാമമാത്രമായിരുന്നു, വളരെ ചെറിയതായിരുന്നു റഷ്യയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഈ അവസ്ഥ, അങ്ങനെയുള്ള ഈ സമയത്താണ് എന്താകുന്നത്? റഷ്യയിലെ വിപ്ലവം ഉണ്ടാകുന്നത്. ഇതൊക്കെയാണ് അങ്ങനെ അവരെ ഈ നേരത്തെ പറഞ്ഞ ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കാൻ. അല്ലേ? പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലാതാക്കണം, അതുപോലെ എല്ലാവരും വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ പറയുന്ന
ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ പീപ്പിൾസിൻ്റെ ജനങ്ങളുടെ കൈകളിലായിരിക്കണം എന്നൊക്കെ ഡിമാൻഡ് വെക്കാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് റഷ്യൻ റവല്യൂഷനിൽ ഉണ്ടായിരുന്നത്. ഇനി പ്രധാനമായിട്ടും റഷ്യൻ റവല്യൂഷന് പ്രധാനമായിട്ടും 2 ഘട്ടങ്ങളാണ് അല്ലേ, 2 phases. ഏതൊക്കെയാണ്? ആ റഷ്യൻ റവല്യൂഷന് പ്രധാനമായിട്ടും 2 പേരിലാണ്. വൺ ഈസ് ഫെബ്രുവരി റവല്യൂഷൻ ആൻഡ് ദി അതർ ഈസ് ഒക്ടോബർ റവല്യൂഷൻ. അങ്ങനെ 2 ഘട്ടങ്ങളാണ് ഈ പറയുന്ന റഷ്യൻ റവല്യൂഷൻ ഉണ്ടത്. നേരത്തെയുള്ള ഫ്രഞ്ച് അമേരിക്കൻ റവല്യൂഷനിലൊക്കെ ഉള്ളതുപോലെ തന്നെ സം ഓഫ് ദി റൈറ്റേഴ്സ് ഹൂ ഇൻസ്പയർഡ് ദി റഷ്യൻ പീപ്പിൾ ഓർ ദേ ഡെപ്പിക്റ്റഡ് ദി പ്ലേറ്റ് ഓഫ് ദി വർക്കേഴ്സ് ആൻഡ് ഫാർമേഴ്സ് their work. They depicted or they drawn the plate of the workers and farmers. ലൈക്ക് മാക്സിം ഗോർക്കി, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഇതിന് തുടക്കത്തിൽ മദർ നോവൽ എഴുതിയ മാക്സിം ഗോർക്കിയെ പോലെ, ലൈക്ക് ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ ടർഗനേവ് ആൻഡ് ആൻഡൺ ചെക്കോവ്, ഇവരെ പോലെയുള്ള റൈറ്റേഴ്സ് റഷ്യൻ പീപ്പിൾസിനെ അവരനുഭവിക്കുന്ന ഈ യാതനകൾ തുറന്നു കാട്ടി. ആൻഡ് ഓൾസോ ദി മാർക്സിസ്റ്റ് ഐഡിയോളജീസ് ഫോർമുലേറ്റഡ് ബൈ കാർൾ മാർക്സ് ആൻഡ് ഫ്രെഡറിക് എംഗൽസ് സ്റ്റെയർഡ് ദി വർക്കേഴ്സിനെ സ്വാധീനിച്ച അല്ലെങ്കിൽ വർക്കേഴ്സിനെ ഇൻസ്പയർ ചെയ്ത ഈ റൈറ്റേഴ്സിൻ്റെയോടൊപ്പം തന്നെ അന്നത്തെ മാർക്സിസ്റ്റ് ഐഡിയോളജിസ് അല്ലേ, മാർക്സിസ്റ്റ് ഐഡിയോളജി പുട്ട് ഫോർവേഡഡ് ബൈ ദിസ് കാർൾ മാർക്സ് ആൻഡ് ഫ്രെഡറിക് Engels and they called for establishing the supremacy of the workers instead of that by the capitalist. They called for this Marxist ideologists Karl Marx and Friedrich Engels called for establishing the supremacy of the workers instead of capitalisറ്റുകൾ മുതലാളിമാർക്ക് പകരം വർക്കേഴ്സിനെ മേധാവിത്വം ഉറപ്പിക്കാൻ വേണ്ടി അവരെ ഇൻസ്പയർ ചെയ്തു ഈ മാർക്സിസ്റ്റ് ഐഡിയോളജിസ്റ്റുകൾ. ആൻഡ് ആസ് എ പാർട്ട് ഓഫ് ദീസ് trade unions were formed to find remedies for the plight of the to find the remedies or to find out the solutions for the problems of the workers. They formed trade unions അല്ലേ. ഇപ്പോഴും നമ്മൾക്കറിയാം പല ട്രേഡ് യൂണിയൻസ് അല്ലേ, ഓരോ ട്രേഡ് യൂണിയനുകളും പ്രവർത്തിക്കുന്നത് അവരുടെ ആ ട്രേഡ് യൂണിയൻസിൻ്റെ വർക്കേഴ്സിൻ്റെ ഫോർ ദി വെൽഫെയർ ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി ട്രേഡ് യൂണിയൻ അല്ലേ. അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ അങ്ങനെ ആ കാലഘട്ടം റഷ്യയിലാണ് ആദ്യമായിട്ട് ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സോൾവ് ഓർ ടു ഫൈൻഡ് ഔട്ട് ദി സൊല്യൂഷൻസ് ഓർ ടു ഫൈൻഡ് ഔട്ട് ഓർ ടു സോൾവ് ദി പ്രോബ്ലംസ് ഓഫ് ദി workers. And as a part of this, based on the Marxist ideologies, a new party was formed in Russia named Social Democratic Workers Party. Social Democratic Workers Party, and which was based on the Marxist ideologies. Based on the Marxist ideologies, this in Russia there a new party was formed, and this party was named as the Social Democratic Workers Party. Later എന്താ സംഭവിച്ചത്? This party split into two as Mensheviks and Bolsheviks. Mensheviks means minority and Bolsheviks means majority. Mensheviks and ബോൾഷെവിക്കുകളായും മെൻഷെവിക്കുകളായും രണ്ടായി പിളർന്നു. ഏത് പാർട്ടി? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ഫസ്റ്റ് ഓഫ് ഓൾ റഷ്യയിലെ ആ ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ അവിടെയുള്ള സാഹചര്യമാണ് പറയുന്നത്. എന്താണ്? റഷ്യയിലെ ആ റൈറ്റേഴ്സും അതുപോലെ ഈ മാർക്സിസ്റ്റ് ഐഡിയോളജിസ്റ്റും എല്ലാവരും എന്ത് ചെയ്തു? ഇൻസ്പയർഡ് ദി റഷ്യൻ പീപ്പിൾ, അല്ലെങ്കിൽ അവരുടെ ആ വർക്കേഴ്സിൻ്റെ ആ ഒരു പാത്തറ്റിക് കണ്ടീഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത ചുറ്റുപാടുകൾ വരച്ചു കാണിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട്
ധാരാളം ട്രേഡ് യൂണിയൻസ് റഷ്യയിൽ ഫോം ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല ഈ മാർക്സിസ്റ്റ് ഐഡിയോളജിയെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു പാർട്ടി ഫോം ചെയ്യുകയാണ്. ആ പാർട്ടിയാണ് ഈ പറയുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. Later this workers party split into two as Mensheviks and Bolsheviks. Mensheviks means minority and Bolsheviks means majority. The main leader of Bolsheviks were Lenin and Trotsky were the leaders of Bolsheviks. Leaders of Bolsheviks. These two were the leaders of ബോൾഷെവിക്കുകളുടെ ലീഡേഴ്സ് ആയിരുന്നു ദിസ് Vladimir Lenin and another leader is Trotsky, and the leader of Mensheviks were Alexander Kerensky was the leader of Menshevik. അപ്പോൾ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആദ്യം സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഫോം ചെയ്യുന്നു. അത് സ്പ്ലിറ്റായി രണ്ട് വിഭാഗമായി മാറുന്നു, മൈനോറിറ്റിയും മെജോറിറ്റിയും, ലൈക്ക് ആസ് മെൻഷെവിക് ആൻഡ് ബോൾഷെവിക്. ഈ ബോൾഷെവിക്സിൻ്റെ ലീഡേഴ്സ് വർ ലെനിൻ ആൻഡ് ട്രോട്സ്കി. ഈ പറയുന്ന മെൻഷെവിക്സിൻ്റെ ലീഡർ അലക്സാണ്ടർ കെറൻസ്കി. ഈ സാഹചര്യത്തിൽ റഷ്യയിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് the crisis reached its worst when Russia was defeated in the Russia-Japan war in 1905. 1905 റഷ്യയും ജപ്പാനും തമ്മിലുണ്ടായ വാറിൽ എന്താകുന്നു? റഷ്യ വാസ് ഡിഫീറ്റഡ് and on that time the workers organized a huge market Petrograd on January 9th 1905 demanding political rights and economic reforms. എന്തിനു വേണ്ടിയിട്ട്? ഈ പറയുന്ന വർക്കേഴ്സ് ഒരു മാർച്ച് അല്ലെങ്കിൽ ഒരു ജാഥ സംഘടിപ്പിക്കുകയാണ് പെട്രോഗാർഡിലേക്ക്. എന്തിനാ ജാഥ? ദേ ഡിമാൻഡഡ് വാട്ട്? പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് ഇക്കണോമിക് റിഫോംസ്. രാജ്യത്ത് രാഷ്ട്രീയ അധികാരങ്ങളും രാഷ്ട്രീയ അവകാശങ്ങളും അതുപോലെ സാമ്പത്തിക റിഫോംസും നടപ്പിലാക്കാൻ വേണ്ടി ഈ പറയുന്ന പെട്രോഗാർഡിലേക്ക് വർക്കേഴ്സ് 1905 ജാനുവരി 9th ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നു. പക്ഷേ ഈ മാർച്ചിലുണ്ടാകുന്നത് മാർച്ച് വാസ് ഫയർഡ് അറ്റ് ബൈ ദി സോൾജേഴ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ഡെമോൺസ്ട്രേറ്റേഴ്സ് or rioters were killed, and this incident or this event is known as Bloody Sunday അല്ലേ? രക്തരൂക്ഷിത ഞായറാഴ്ച അല്ലേ? ഞായർ എന്നറിയപ്പെടുന്ന ഒരു റഷ്യൻ വിപ്ലവത്തിലെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായിട്ട് ഈ 1905 ജാനുവരി 9th നടന്ന ഈ സംഭവം മാറി. ബ്ലഡി സൺഡേ. എന്താണ് ഉണ്ടാകുന്നത്? പെട്രോഗാർഡിലേക്ക് വർക്കേഴ്സ് ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നു. They demanded for political rights and economic reforms, but this march was fired by the soldiers and hundreds of rioters or demonstrators were massacred in this event. And this as a part of this following this event in Russia there were number of workers organizations were formed named as Soviets. Soviets. As a part of this or following this event in Russia, number of workers organizations were formed and these workers organizations were called Soviets. Soviet എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ധാരാളം വർക്കേഴ്സ് ഓർഗനൈസേഷൻസ് റഷ്യയിൽ ഫോം ചെയ്തു as a part of this or following the above incident, that is Bloody Sunday. And
they conducted, these Soviets conducted number of strikes, massive strikes in Russia, and when the strikes gained massive strength, the emperor was compelled to form a legislative assembly named or called Duma. As a part of the protest of the Soviets, the emperor, Tsarist emperor, compelled or forced to form a legislative assembly called Duma. അല്ലേ? ഈ സോവിയറ്റുകൾ ഫോം ചെയ്ത് ആ സോവിയറ്റുകൾ റഷ്യയിൽ ധാരാളം സമരങ്ങൾ ഉണ്ടാക്കുന്നു. ആ സമരത്തിൻ്റെ അവരുടെ ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് ഈ എംപറർ എന്തിനു നിർബന്ധിക്കപ്പെട്ടു? ഫോഴ്സ് ടു ഫോം ഒരു നിയമസഭ ഉണ്ടാക്കാൻ, ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫോം ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടു. ആ ലെജിസ്ലേറ്റീവ് അസംബ്ലി വാസ് കോൾഡ് ഡ്യൂമ. ആൻഡ് ഈ ഡ്യൂമയിലെ ചില പ്രൊട്ടസ്റ്റുകളെയൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് അന്നത്തെ സാറിസ്റ്റ് റൂളർ നെയ്മഡ് നിക്കോളാസ് സെക്കൻഡ് decided to participate in the First World War, and this First World War started in 1914. ആ ഡ്യൂമയുടെ എതിർപ്പുകളൊക്കെ, ഡ്യൂമ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? legislative assembly formed by Tsarist ruler as a part of the protest of the Soviets. And by ignoring the protest of the Duma, Nicholas II was the Tsarist ruler, and he decided to participate in the First World War, which began in the year 1914. And by participating in this First World War, a lot of Russian soldiers were killed. In the First World War. And ഇതോടൊപ്പം തന്നെ food shortage became severe in Russia in the year 1917. Thousands of women marched along the streets of Petrograd by asking bread or food, by clamoring, March 17th, 1917, clamoring for bread. ആയിരക്കണക്കിന് സ്ത്രീകൾ ഈ പെട്രോഗാഡിൽ സമരത്തിനിറങ്ങി. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ബ്രെഡ്, അല്ലേ? ഭക്ഷണത്തിന് വേണ്ടി. എന്തുകൊണ്ടാണ്? ഫുഡ് ഷോർട്ടേജ് ബിക്കെയിം സിവിയർ ഇൻ 1917. 1917 റഷ്യയിൽ ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുന്നു. ധാരാളം സോൾജേഴ്സ് അതിൽ കൊല്ലപ്പെടുന്നു. അങ്ങനെ കൊല്ലപ്പെട്ടതിന് ശേഷം അതിൻ്റെ ഭാഗമായിട്ട് അതിനെ തുടർന്ന് റഷ്യയിൽ വളരെ വലിയ ഒരു ഭക്ഷ്യ ദൗർലഭ്യം ഉണ്ടാകുന്നു. ആ ഭക്ഷ്യ ദൗർലഭ്യത്തിന് ഭക്ഷണം കിട്ടാതെ ആയതോട് കൂടിയിട്ട് ആളുകൾ എന്തായി മാറുന്നു? ആളുകൾ ഈ പറയുന്ന സ്ത്രീകളടക്കമുള്ള സ്ത്രീകൾ സമരം ചെയ്യുന്നു. ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് അവർ ബ്രെഡ് ആവശ്യപ്പെട്ടുകൊണ്ട്, ഭക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്നു. ദി വർക്കേഴ്സ് ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മാർച്ച് ഇൻ പെട്രോഗാഡ്. Though the soldiers clashed with the demonstrators in the beginning, later they joined the workers. And ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന സോൾജേഴ്സ് വാസ് against the Soviets. പക്ഷേ പിന്നീട് സോൾജേഴ്സ് എന്തായി മാറി? ഈ സോവിയറ്റ്സിനോടൊപ്പം ചേർന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ദി ട്രാജിക് എക്സ്പീരിയൻസ് ഡ്യൂറിങ് ദി ഫസ്റ്റ് വേൾഡ് വാർ എക്സ്പീരിയൻസ്ഡ് ബൈ ദി സോൾജേഴ്സ്. അതാണ് അവരെ ഈ സോൾജേഴ്സിൻ്റെ ഒപ്പം നിന്ന് അല്ലെങ്കിൽ ഒപ്പം നിൽക്കാൻ അവരെ പ്രേരിപ്പിച്ചൊരു ഘടകം എന്ന് പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഈ സോൾജിയേഴ്സ് ഒരു പ്രത്യേകിച്ച് കാരണങ്ങളില്ലാതെ ഇതിൽ പങ്കെടുക്കാനുള്ള നിക്കോളാസ് സെക്കൻഡിൻ്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തിൽ അവർ വളരെ ഒരു വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ സോൾജിയേഴ്സിന് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രൊട്ടസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ വർക്കേഴ്സിനെ ഫേവർ ചെയ്തുകൊണ്ട് ഈ സോൾജിയേഴ്സ് അവസാന ഘട്ടത്തിലേക്ക് മാറുന്നു. എങ്ങനെ? ആൻഡ് ഫൈനലി ദി വർക്കേഴ്സ് ക്യാപ്ചേർഡ് പെട്രോഗാഡ് and Nicholas II was thrown out of power. A provisional government was formed under the leadership of Alexander Kerensky. Who was Alexander Kerensky? Alexander Kerensky was the
ലീഡർ ഓഫ് ദി മെൻഷെവിക്. നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ദി പാർട്ടി നെയ്മഡ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി വാസ് ഫോംഡ് അറ്റ് ഫസ്റ്റ്, ദെൻ വിച്ച് സ്പ്ലിറ്റ് ഇൻ ടു ടു, ബോൾഷെവിക്സ് ആൻഡ് മെൻഷെവിക്സ്, ആൻഡ് ദി അലക്സാണ്ടർ കറൻസ്കി was the leader of Menshevik, and he became the leader of, he became the head of the provisional government. ഈ സാറിസ്റ്റ് റൂളറെ അധികാരഭ്രഷ്ടനാക്കി എന്താക്കി മാറ്റി? അലക്സാണ്ടർ കറൻസി ഒരു താൽക്കാലിക ഗവൺമെന്റിന് രൂപം കൊടുത്തു. ദിസ് റവല്യൂഷൻ വാസ് നോൺ ആസ് ഫെബ്രുവരി റവല്യൂഷൻ. വൈ ദിസ് റവല്യൂഷൻ വാസ് കോൾഡ് ഫെബ്രുവരി റവല്യൂഷൻ? ഒരു കാരണമുണ്ട്. എന്താ കാരണം? ദിസ് റഷ്യൻ കലണ്ടർ വാസ് എ ഫ്യൂ ഡേയ്സ് ബിഹൈൻഡ് ഇൻ ദി ഇന്റർനാഷണൽ കലണ്ടർ. ദാറ്റ് വാസ് ദി റീസൺ. എന്താണ്? റഷ്യൻ കലണ്ടർ വാസ് എ ഫ്യൂ ഡേയ്സ് ബിഹൈൻഡ് ദി ഇന്റർനാഷണൽ കലണ്ടറിൽ നിന്ന് കുറച്ച് വ്യത്യാസത്തിലായിരുന്നു ഈ പറയുന്ന റഷ്യൻ കലണ്ടർ ഉണ്ടായിരുന്നത്. ആക്ച്വലി ദിസ് റവല്യൂഷൻ വാസ് ടേക്സ് പ്ലേസ് in the month of March according to the international calendar, but according to the Russian calendar which was in the February month. Because of this reason, this revolution was called February Revolution. Okay, clear? Okay, we can conclude today's class. Thank you.